ഹായ് ഫ്രണ്ട്സ്, വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് അധികം ചേരുവകളൊന്നും ചേർക്കാതെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റാണ്. അപ്പോൾ റെസിപ്പി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇവിടെ ഞാനൊരു 1/2 കിലോ ബീഫ് നല്ല പോലെ തന്നെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബീഫ് എടുക്കുന്ന സമയത്ത് ഒരുപാട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാതിരിക്കാനായിട്ട് നോക്കണം കേട്ടോ. ഈ ഒരു വലുപ്പത്തിലുള്ള പീസാക്കിയിട്ട് എടുക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാമെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാൻ കുറച്ചുകൂടി സൗകര്യമായിരിക്കും. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ അളവിലുള്ള ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് എടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്. ഇനി നമ്മൾ മല്ലിപ്പൊടി അളന്നെടുത്തിട്ടുള്ള അതേ സ്പൂണിൽ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടി അതുകൊണ്ടാണ് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ഇതാകുമ്പോൾ കളർ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം എടുക്കുന്നെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ അളവിലുള്ള വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നമുക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇതിലേക്ക് നമ്മൾ വേറെ തക്കാളിയോ തൈരോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വിനെഗറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഒരു മസാലയൊക്കെ ബീഫിൽ നന്നായിട്ട് തന്നെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു 5 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. പിന്നെ അതിന് ശേഷം ഞാനിപ്പോൾ ഇത് പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊരു 4 വിസിൽ വരുന്നവരേക്കും നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 4 വിസിൽ വന്നിട്ടുണ്ട്. ഈ ബീഫൊക്കെ ഇപ്പോൾ നല്ല പോലെ തന്നെ കുക്കായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, അതുപോലെ തന്നെയാണ് കുക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഞാനൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 10 ചുവന്നുള്ളി അതുപോലെ ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു 5 വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 3 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടൊന്നുമല്ല, ഇതുപോലെ മുഴുവനായിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. ആ ഒരു ചുവന്നുള്ളിൻ്റെയൊക്കെ കളറൊന്ന് മാറി വരണം, അതുവരേക്കും നമുക്ക് ഇതുപോലെ തന്നെ ഒന്നങ്ങ് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഉള്ളിയുടെയൊക്കെ കളർ നല്ല പോലെ തന്നെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു ബീഫ് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്തിട്ട് പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്നങ്ങ് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കണം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ വലിയ ജീരകവും അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പൗഡർ ആക്കിയിട്ട് എടുക്കണ്ട കേട്ടോ, അതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂടോടെ തന്നെ സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ കുറഞ്ഞ ചേരുവകളെ കൂടെ തയ്യാറാക്കി നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാടൻ ബീഫ് റോസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. നെക്സ്റ്റ് നല്ല ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.